അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശാലമായ ഒരു ലോകത്ത് ധാരാളം അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളുമെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചുമെല്ലാമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സംവിധാനിച്ചു വച്ചിട്ടുള്ളതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുർസലാത്തിലെ 25, 26 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യത്തിലൂടെ നമ്മെ ഉണർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത. ഭൂമിയെ നാം മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ? സഹോദരന്മാരെ, ഭൂമി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്നവരെയും അതുപോലെ തന്നെ മരണപ്പെട്ടവരെയും ഉൾക്കൊള്ളാൻ തക്കമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സംവിധാനിച്ചു വച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ അവൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചു എന്നുറപ്പായ ശേഷം ആ മനുഷ്യനെ ശേഷക്രിയകളൊക്കെ നിർവഹിച്ച് അതിവേഗത്തിൽ പെട്ടെന്ന് മറമാടുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അസ്രിഉ ബിൽ ജനാസ, ജനാസയെ നിങ്ങൾ അതിവേഗത്തിലാക്കുക എന്നതാണ്. അത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. എന്നാൽ ഈ ഒരു അധ്യാപനത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും നമ്മുടെ നാടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ജനാസയുടെ കാര്യങ്ങൾ വേഗത്തിലാക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം അധികം ആളുകളും ചെയ്യാറുള്ളത് ആദ്യം ഫ്രീസറിന് ഓർഡർ ചെയ്യും. മരിച്ചവനെ ഐസിട്ട് വെക്കാൻ ഫ്രീസറിന് ഓർഡർ ചെയ്യും. കാരണം പറയല് ആളുകളുടെ അല്ലെങ്കിൽ മരണപ്പെട്ട ബന്ധുക്കളെ ആ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. ദുബായ് നാൾ വരാനുണ്ട്, സൗദി നാൾ വരാനുണ്ട്, അല്ലെങ്കിൽ മോനും മരോളും പുറപ്പെട്ടുകണം. ഇങ്ങനെയൊക്കെയുള്ള നിസ്സാരമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വന്ന് കാണട്ടെ, എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ്, ആൾക്ക് സാമൂഹികമായൊക്കെ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലൊക്കെ ഉള്ള ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ വരാനുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കാണണമെങ്കിൽ അതിനുള്ള സൗകര്യം
സഹോദരന്മാരെ, പ്രവാചകന്റെ അധ്യാപനം ഈ വിഷയത്തിൽ, ഇസ്ലാമിൻ്റെ അധ്യാപനം എന്താണ്? ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കാരണങ്ങളില്ലാതെ, ശർഈയായ കാരണങ്ങളില്ലാതെ ആ മനുഷ്യന്റെ ജനാസയെ എന്ത് ചെയ്യാൻ പാടില്ല? പിന്തിപ്പിക്കാൻ പാടില്ല. അതിന് 2 കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മരണപ്പെട്ട വ്യക്തി അയാളൊരു സ്വാലിഹായ മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യൻ ജനാസ വഹിക്കപ്പെടുന്ന കട്ടിൽ, നമ്മുടെ ചുമലിൽ ജനാസയുടെ കട്ടിലേറ്റി അയാളുടെ ജനാസയുമായി നമ്മൾ ഖബർസ്ഥാനിലേക്കൊക്കെ പുറപ്പെടുന്ന സമയത്ത് ശോകമുഖമായ ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ, അല്ലേ? അധികം സംസാരമൊന്നും ഉണ്ടാവില്ല. വിവരദോഷികളായ ചില ആൾക്കാർ തമാശ പറഞ്ഞിട്ടൊക്കെ ചിരിക്കണൊക്കെ കാണാൻ പറ്റും. ഒരു കഥയില്ലാത്ത ആൾക്കാരായിരിക്കും. ജനാസ കണ്ടിട്ട് പുറത്തു വന്നിട്ട് ചിരിച്ച് വർത്താനം പറഞ്ഞു. ഒരിക്കലും ഒരു മരണത്തെക്കുറിച്ചും ആ മരണസമയത്തുള്ള അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേട്ട, മനസ്സിലാക്കിയ, പഠിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ സന്തോഷിക്കുവാനും അതുപോലെ തന്നെ തമാശകൾ പറയാനുള്ള ഒരു പ്രേരണ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത്. അറിവില്ലായ്മയുടെ അങ്ങേ അറ്റത്ത്, വിഡ്ഢിത്തരത്തിൻ്റെ, ജഹാലത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളുകളാണ് മരിച്ച വീട്ടിൽ വന്നിട്ട് തമാശ പറഞ്ഞ് ചിരിക്കുക, കോമഡി പറഞ്ഞിട്ട്, നാട്ടുവർത്താനം, ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞ്, രാഷ്ട്രീയ വർത്താനങ്ങളൊക്കെ പറഞ്ഞ്. ഖബർ സിയാറത്തിനെ പരിശുദ്ധ ദീന് ശറആക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? സൂറു അൽ ഖുബൂറ, ഖബറുകളെ നിങ്ങൾ സന്ദർശിക്കുക. ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കണം. എന്തിനാ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത്? അതെന്ന് ആ ഖബർ സന്ദർശിക്കുന്ന ആളുകൾക്ക് മരണത്തെക്കുറിച്ചുള്ള, പരലോകത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഒരു വിശ്വാസിയായ, ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പടച്ചോനെ, ഇതേപോലെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വിട്ടെറിഞ്ഞ് ഈ കൂടിയ ആളുകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ, നമ്മെ നോക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ, ഇനിയൊരു മടക്കമില്ലാത്ത, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തുന്നതുവരെ ഒരു മടക്കമില്ലാത്ത ഒരു ലോകത്തേക്ക് പോകാനിരിക്കുന്നവനാണ് ഞാൻ എന്ന ബോധം, ആ ബോധ്യമുള്ള ഒരു മനുഷ്യന് നമ്മുടെ നാടുകളിലൊക്കെ ജനാസ തോളിലേറ്റി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൗനമായിട്ട് കൊണ്ടുപോവുക എന്നതാണ്, അല്ലേ? ഫിഹാലു സുക്കൂത്താണ്. ഇമാം നവവി റഹിമഹുള്ളാഹ് പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. മൗനമായിട്ട് എന്ന് പറഞ്ഞാൽ വേറെന്തെങ്കിലും ആലോചിച്ചിട്ടല്ല, പരലോകത്തെക്കുറിച്ച് ആലോചിച്ച്, മരണത്തെക്കുറിച്ച് ആലോചിച്ച്, നാളെ ഇതുപോലെ ഞാനും പോകേണ്ടി വരുമെന്ന ചിന്തയോട് കൂടിയിട്ടാണ് ആ ജനാസയെ അനുഗമിക്കേണ്ടത്, ആ ജനാസയുടെ കൂടെ നമ്മൾ പോകേണ്ടത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ചില ആളുകൾ തക്ബീറുകളൊക്കെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ചൊല്ലും. അതിനവർ പറയുന്ന കാരണം, വെറുതെ നാട്ടുവർത്താനം പറഞ്ഞു പോണതിനെക്കാട്ടി നല്ലത് ദിക്ർ ചെല്ലല്ലേ, അപ്പോൾ ആളുകൾക്ക് തോന്നും അത് തരക്കടില്ല. ശരിയാണല്ലോ, വെറുതെ ദിക്റല്ലേ കൂലിട്ടുമല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിനെതിരാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോ പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. ആ കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ പോയാൽ അത് ബിദ്അത്താവും, ദീനിൽ പുതിയതായി കടുത്തുകൂട്ടിയ കാര്യങ്ങളായി മാറും. എന്നാൽ വേറെ ചില ആളുകളാണെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ തന്നെ നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് ആടിപ്പാടി ജനാസയുടെ കൂടെ പോകുന്നത് കാണാൻ പറ്റും. അപ്പം ഇവിടെ വിശ്വാസികളായ ആളുകൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജനാസയുമായി പോകുമ്പോൾ മൗനത്തിൽ പരലോകത്തെക്കുറിച്ച് ആലോചിച്ച്, മരണത്തെക്കുറിച്ച് ചിന്തിച്ച്, ബർസഖിയായ ലോകത്ത് വരാനിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒരു വിശ്വാസിക്ക് ആ ജനാസയുടെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യരെ മരിപ്പിക്കുക, ഖബറിലാക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ നിശ്ചയിച്ചത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മരിപ്പിക്കുക, ഖബറിലാക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അബസ 21-22 വചനങ്ങൾ. ثم أماته فأقبره ثم إذا شاء أنشره. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, അനന്തരം അവനെ മരിപ്പിക്കുകയും ഖബറിൽ മറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ثم إذا شاء أنشره, നാം ഉദ്ദേശിക്കുമ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു 3 ഘട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇഹലോക ജീവിതം അത് യാഥാർത്ഥ്യമാണ് എന്നതുപോലെ, നമ്മുടെ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്, നമ്മളിവിടെ കൂടിയത്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നതുപോലെ തന്നെ ബർസഖിയായ ജീവിതവും യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ചില ആളുകളൊക്കെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിന് ഇടയിലുള്ള ഒരു ഇടത്താവളമായ ബർസഖിയായ ലോകത്തെ നിഷേധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, ഒരു ജനാസ അതിനെ മയ്യത്തുകട്ടിലേക്ക് വെച്ചാൽ, നേരത്തെ സൂചിപ്പിച്ചു, ജനാസയെ മയ്യത്തുകട്ടിലേക്ക് വെച്ചാൽ ശാന്തമായ മൂകമായ അന്തരീക്ഷമാണെങ്കിലും ആ സാഹചര്യം എന്ന് പറയുന്നത് ഏറെ വാചാലമായ സാഹചര്യമാണ്. കട്ടിലിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ വുദിഅ അർ-റജുലു സ്വാലിഹു അലാ സരീരി, ഒരു സ്വാലിഹായ മനുഷ്യനെ അവനെ മയ്യിത്തു കട്ടിലിലേക്ക് അവന്റെ ജനാസയെ വെക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഖാല, ആ ജനാസ, ആ മയ്യത്ത് അത് വിളിച്ചു പറയുമെന്നാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗത്തിലാക്കുക എന്ന് വിളിച്ചു പറയുന്നത്. ഇവിടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ജനാസയുമായിട്ട് അല്ലേ ആളുകൾ ഓടും. ശ്രദ്ധിച്ചിട്ടില്ലേ? ജനാസ വാഹനത്തിൽ നിന്ന് ഇറക്കി, ആംബുലൻസിൽ നിന്ന് ഇറക്കി, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് എടുത്തിട്ട് ആളുകൾ ഓടും. നമ്മുടെ നാട്ടിൽ കുലുകല്ലേ, ഇളക്കല്ലേ, അല്ലേ, കേട്ടില്ലേ? അത് അതിന് കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അമീറുണ്ടോ അതിൽ, മയ്യത്ത് കെട്ടിച്ച് ചെരിഞ്ഞു, ഇളകല്ലേ, അത് ആടുന്നുണ്ട് എന്നൊക്കെ പറയും. വേഗത്തിലാക്കുക എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് ജനാസ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ? അല്ലാഹു ആലം, അള്ളാഹുവിനാണ് അറിയുന്നത്. എങ്ങനെ? നമുക്കറിയില്ല. കാരണം എന്താ? നമുക്കത് കേൾക്കാനുള്ള കഴിവില്ല. വഇദാ വുദിഅ അർ-റജുലു യഅനി അസ്സൂ, ഒരു മോശപ്പെട്ട മനുഷ്യനാണ് ഇനി മരിക്കുന്നത് എങ്കിലോ, അലാ സരീരി, അവനവന്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഖാല യാ വൈലി, എന്റെ നാശമേ, ഐന തദ്ഹബൂന ബി, എന്നെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ആർത്തട്ടഹസിച്ച് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ, ആ കരയുന്നത്, ആ ആർത്തട്ടഹസിക്കുന്നത് എല്ലാം കേൾക്കും, എല്ലാവരും കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യൻ കേൾക്കുകയില്ല. മനുഷ്യരൊഴികെ എല്ലാവരും എന്ത് ചെയ്യും? ഇയാളുടെ ഈ സംസാരം, ഇയാളുടെ ഈ അട്ടഹാസം, ഈ കരച്ചിൽ, ഈ അപേക്ഷ അത് കേൾക്കുമെന്നാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വലൗ സമിഅൽ ഇൻസാൻ, മനുഷ്യനെങ്ങാനും അത് കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലസ്വഇക, അവൻ ബോധം കെട്ടു വീഴുമായിരുന്നു, ബോധരഹിതനായി അവൻ വീണുപോകുമായിരുന്നു. അപ്പൊ എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ? എന്തായിരിക്കും ആ മനുഷ്യന്റെ അട്ടഹാസം? ഒരു മനുഷ്യൻ അപകടത്തിലേക്ക് പോകുന്നത്, ഒരു മനുഷ്യൻ അയാൾ കണ്ടറിഞ്ഞ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ആ ഒരു വാക്കുകൾ കേട്ടാൽ മനുഷ്യന്മാർ ബോധരഹിതരായി പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബർസഖിയായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പല ആളുകളൊക്കെ തമാശയാക്കുന്നതും, പല ആളുകളൊക്കെ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ എന്താണ്, കസ്റ്റഡി, എന്താണ്
ആ രൂപത്തിൽ കസ്റ്റഡി പീഡനം എന്ന രൂപത്തിലൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, അതിനെ നിസ്സാരമാക്കാറും പരിഹസിക്കാറുമുണ്ട്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ കടലിൽ മുങ്ങി മരണപ്പെട്ടാലും, ഒരു മനുഷ്യനെ കത്തിച്ചു കരിഞ്ഞു കരിക്കട്ടയാക്കിയാലും വെണ്ണീറാക്കി മാറ്റിയാലും, വന്യമൃഗങ്ങൾ ഒരു മനുഷ്യനെ കടിച്ചു തിന്നാലും ഭക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും, ഇനി ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ട് വെക്കപ്പെട്ട് കഴിഞ്ഞാലും, ഏത് തരത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാലും ആ മനുഷ്യന് ബർസഖിയായ ലോകത്തെ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആ കടലിൽ മുങ്ങിപ്പോയതല്ലേ, മീനുകൾ തിന്നുപോയതല്ലേ, അല്ലെങ്കിൽ വന്യജീവികൾ കടിച്ച് ഒരു പാർട്സ് പോലും ഇല്ലാത്ത കോലത്തിലാക്കി പോയതല്ലേ, അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ് വെണ്ണീറാക്കി ആ വെണ്ണീറിനെ കടലിൽ പുഴയിൽ ഒഴുക്കി, അങ്ങനെ ആയതല്ലേ. അപ്പൊ ആ മനുഷ്യന്റെ ബോഡി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ ആ മനുഷ്യന് ഈ അനുഭവങ്ങൾ ഉണ്ടാകുക? നമ്മൾ ബേജാറാകണ്ട. അത് കൈകാര്യം ചെയ്യാൻ മനുഷ്യരെ സൃഷ്ടിച്ചവനായ, നമ്മെ സൃഷ്ടിച്ചവനായ നമ്മുടെ റബ്ബിനറിയാം, അള്ളാഹുവിനറിയാം. അതെങ്ങനെ? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അത് നടപ്പിലാക്കും. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നടപ്പിലാക്കും. നമ്മൾ അത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യേണ്ടത്? അള്ള ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് ബേജാറാകേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ പാലിക്കേണ്ടതും നമ്മൾ പരിപാലിക്കേണ്ടതുമായ കാര്യങ്ങൾക്ക് പിന്നിലാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കേണ്ടത്. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വാക്കുകൾ മജ്മുഉൽ ഫതാവയിൽ നമുക്ക് കാണാൻ സാധിക്കും. വഇസ്ബാതു സ്വവാബി വൽ ഇഖാബി ഫിൽ ബർസഖ് മാ ബൈനൽ മൗതി ഇലാ യൗമിൽ ഖിയാമ ഹാദാ ഖൗലു സലഫിൽ ഖാതിബ വഅഹ്ലി സുന്നത്തി വൽ ജമാഅ. മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ ഖബറിൽ രക്ഷയും ശിക്ഷയും അനുഭവിക്കുമെന്നത്, ലഭിക്കപ്പെടുമെന്നത് പൂർവ്വസൂരികളും അഹ്ലുസുന്നയുടെ ആളുകളും അംഗീകരിച്ചു വന്ന കാര്യമാണ്. ഈ കാര്യത്തെ നിഷേധിച്ചത് വളരെ ചില ബിദ്അത്തിന്റെ ആളുകളായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമാണ്. ഈ ബർസഖിയായ ലോകത്ത് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമൊക്കെ നിഷേധിച്ചിട്ടുള്ളത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, മാ റഅയ്തു മൻളറൻ ഖത്തുൻ ഇല്ലാ വൽ ഖബർ അഫ്ളഉ മിൻഹു. ഞാൻ ഒരു കാഴ്ചയും തന്നെ കണ്ടിട്ടില്ല, ഖബറിനേക്കാൾ ഭീകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ട് തന്നെയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇമാം തുർമുദി റഹിമഹുല്ലയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും സഹോദരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഖബറിൽ ശിക്ഷകൾ മാത്രമല്ല, രക്ഷയുമുണ്ട്. ഖബറിലെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശിക്ഷ മാത്രം ലഭിക്കുന്ന ഒരു കേന്ദ്രമല്ല. പ്രമാണങ്ങൾ, പരിശുദ്ധ ദീൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖബറിൽ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനാണ് എത്തുന്നത് എങ്കിൽ ആതാനി മലക്കാനി, 2 മലക്കുകൾ അവരുടെ അരികിലേക്ക് വരും. ആ മയ്യത്തിന്റെ ജനാസയുടെ അരികിലേക്ക്, ആ മയ്യത്തിന്റെ അരികിലേക്ക് എത്തുമെന്നാണ്. എന്നിട്ട് ആ മനുഷ്യനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ്. ആ ചോദ്യങ്ങൾക്ക് വിശ്വാസിയായ ആളുകൾക്കല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ മഹിതമായ ആശയത്തെ മുറുകെ പിടിച്ച ആളുകൾക്കല്ലാതെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വാഹകരായി, വക്താക്കളായി മാറാനും അത് മരണം വരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, വിശ്വാസികളായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും വിശ്വാസത്തിനും കർമ്മത്തിനും അനുസരിച്ചിട്ട് ഈ ഒരു കാലയളവിൽ രക്ഷയും ശിക്ഷയും ലഭിക്കുമെന്നാണ് പരിശുദ്ധ ദീന് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വർഗത്തെ കുറിച്ചറിഞ്ഞ, നരകത്തെ കുറിച്ചറിഞ്ഞ, ഖബറിനെ കുറിച്ചും ബർസഖിയായ ലോകത്തെ പരീക്ഷണങ്ങളെ കുറിച്ചും അറിഞ്ഞ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മൗലയായ, അദ്ദേഹത്തിന്റെ അടിമയായിട്ടുള്ള ഹാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ഖബർ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കമീസ്, അദ്ദേഹത്തിന്റെ വസ്ത്രം, അദ്ദേഹത്തിന്റെ താടി അത് നനയുമാർ അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കപ്പെട്ടു,
അദ്ദേഹം ചോദിക്കപ്പെട്ടു, അദ്ദേഹത്തോട് ചോദിച്ചു, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നിങ്ങൾ ഓർക്കുന്നു, പക്ഷേ ആ സമയത്ത് നിങ്ങൾ കരയുന്നതായി ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ ഖബറിനെ കണ്ടാൽ, ഖബറിന്റെ അടുത്തെത്തിയാൽ ഖബറിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങ് കരയുന്നതാണ്. കമ്മീസുകൾ നനയുമാറ്, അങ്ങയുടെ വസ്ത്രം നനയുമാറ്, അങ്ങയുടെ താടിരോമങ്ങൾ നനയുമാറ് അങ്ങ് കരയുന്നതാണ് ഞങ്ങൾ കാണുന്നത്. എന്താണ് അതിനു കാരണമെന്ന ചോദ്യത്തിന് അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നൽ ഖബറ, തീർച്ചയായും ഖബർ എന്ന് പറയുന്നത് അവ്വലു മനാസിൽ ആഖിറ, അത് പരലോകത്തിന്റെ ഘട്ടങ്ങളിലെ ആദ്യത്തെ ഘട്ടമാണ്, ആദ്യത്തെ പാർപ്പിടമാണ്. പരലോകത്തേക്കുള്ള യാത്രയിൽ ആദ്യത്തെ പാർപ്പിടമാണ് ഖബർ എന്ന് പറയുന്നത്. ഫഇന്ന ജാമിൻഹു, ആ ഖബറിലെ പരീക്ഷണങ്ങളിൽ ഒരു മനുഷ്യൻ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ ബഅദഹു ഐസ്വറു മിൻഹു, അതിനുശേഷമുള്ള ജീവിതമൊക്കെ അവന് എളുപ്പമാണ്. ഖബറിലെ പരീക്ഷണത്തിൽ ജയിച്ചാൽ, ഖബറിലെ ചോദ്യങ്ങളിൽ വിജയിച്ചാൽ, ഖബറിലെ പരീക്ഷണങ്ങളിൽ അവർക്ക് കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുശേഷമുള്ളൊക്കെ പിന്നെന്താണ്, അവന് എളുപ്പമാണ്, അതൊരു സന്തോഷമാണെന്ന് അർത്ഥം. വഇല്ലം യൻജു മിൻഹു, ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഖബറിലെ പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, മലക്കുകളുടെ ചോദ്യമുണ്ട് അല്ലേ, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ കയ്യിലൊരു ദണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ആ ദണ്ട് കൊണ്ടെങ്ങാനും ഉഹദ് മലയെ പ്രഹരിച്ചിട്ടുണ്ട് എങ്കിൽ ഉഹദ് മല പൊടിഞ്ഞ് അത് പൊടിയായി മാറും. അത്രയധികം അല്ലേ ശക്തമായ അടിയാണ്. ഖബറിലെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ മൻ റബ്ബുക്, ആരാ എൻ്റെ റബ്ബ് ഇപ്പൊ ചോദിച്ചാൽ നമുക്കൊക്കെ കിട്ടും അല്ലേ. അള്ളാഹു ആണ് എൻ്റെ റബ്ബ് എന്ന അടിയുറച്ച വിശ്വാസമില്ലാത്ത, അത് നെഞ്ചിലേക്ക് കയറ്റി വെച്ചിട്ടില്ലാത്ത, ജീവിത മേഖലകളിൽ അത് പ്രാവർത്തിക മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബി അല്ലാ എന്ന് മറുപടി പറയാൻ സാധിക്കില്ല. എന്ത് നിസ്സാരമായ മറുപടിയാണ്, എന്ത് നിസ്സാരമായ മറുപടിയാണ്. പക്ഷേ അവിടെ അവൻ സക്രാത്തിൻ്റെതായ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അവൻ ഭീകരമായ, അറിയാത്തവൻ അല്ലെ, ഉത്തരം അറിഞ്ഞിട്ടും പറയാൻ കഴിയാത്തവൻ, അല്ലെങ്കിൽ അറിയാത്തവൻ ഉണ്ടാക്കുന്നത് പോലെയുള്ള ശബ്ദം ഉണ്ടാക്കുന്നതാണ്. ആ സമയത്ത് ആ മലക്കുകൾ ആ വടി കൊണ്ട്, ആ ദണ്ട് കൊണ്ട് ആ മനുഷ്യനെ പ്രഹരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. എന്നാൽ മറുപടി പറയുന്നവനാണെങ്കിലോ, ആ മനുഷ്യനിങ്ങനെ ഓരോ ചോദ്യത്തിനും ഇങ്ങനെ മറുപടി പറയും. എന്നിട്ട് പ്രവാചകന്റെ രൂപം കാണിച്ചു കൊടുക്കും. മൻ ഹാദർ റജുൽ, ഈ മനുഷ്യൻ ആരാന്ന് ചോദിക്കും. എനിക്ക് പരിചയമുണ്ടോ? അയാൾ പറയും, എനിക്ക് ഇയാൾ നന്നായിട്ട് അറിയാം, നമ്മൾ കണ്ടിക്കണോ അല്ലാഹുവിന്റെ റസൂൽ? ഇല്ല. പക്ഷേ വിശ്വാസിയായിട്ടാണ് നമ്മൾ മരണപ്പെടുന്നത് എങ്കിൽ അള്ളാഹു വിശ്വാസികളായി മരിക്കുന്ന സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസിയാണ് എങ്കിൽ നമ്മൾ പ്രവാചകനെ തിരിച്ചറിയും. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഇത് എൻ്റെ റസൂലാണ്, ഇതെൻ്റെ നബിയാണ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിച്ച പ്രവാചകനാണിത് എന്ന് മറുപടി പറയുന്ന, ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിക്കുമെന്നാണ്. മറുപടി പറഞ്ഞവർക്ക് വേണ്ടി അല്ലേ, ആ മറുപടി പറഞ്ഞ ആ മനുഷ്യനോട് മലക്കൾ പറയുന്നതാണ്, ഇതാ നോക്ക്, സ്വർഗത്തിലെ അയാൾ പോകാനിരിക്കുന്ന സ്ഥലം, ഖബറിൽ കിടക്കുന്ന ഈ മനുഷ്യനെ അള്ളാഹു കാണിച്ചു കൊടുക്കും. ഖബർ കിടക്കുന്ന മനുഷ്യനെ അള്ളാഹ് കാണിച്ചു കൊടുക്കും. ഇന്ന ഈ സ്ഥലം ഇതാണ് സ്വർഗത്തിൽ എനിക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞില്ല, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കാൻ, ഒരു ജനവാതിൽ അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് കൽപ്പിക്കും. ആ സ്വർഗത്തിന്റെ വാസനയും സ്വർഗത്തിന്റെ കാറ്റും അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല, സ്വർഗത്തിൽ അവനക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വിരിപ്പ് അവന്റെ ഖബറിൽ അവന് വേണ്ടി വിരിച്ചു കൊടുക്കാൻ നമ്മളെ വാപ്പാനെ, നമ്മളെ വല്യപ്പാനെ, നമ്മളെ കൂട്ടുകാരനെ അവിടെ ഖബർസ്ഥാനിൽ കൊണ്ടാക്കി വന്നു. നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ വാപ്പ, നമ്മുടെ വല്യപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ അയൽവാസി, നമ്മുടെ നാട്ടുകാരൻ, അയാൾ വിശ്വാസിയാണ് എങ്കിൽ ആ മനുഷ്യന് സ്വർഗീയമായ അനുഗ്രഹം എവിടെ? അയാളുടെ ഖബറിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ.
മരണപ്പെട്ടു പോയ വിശ്വാസികളായ എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മകളെല്ലാം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതിന് നിസ്സാരമായ തടസ്സമാകുന്ന എല്ലാ പാപങ്ങളും അല്ലാഹു തൗഹീദുള്ള വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നിട്ട് ആ മനുഷ്യനോട് മലക്കുകൾ പറയുന്നതാണ്, നിം, ഉറങ്ങിക്കോ, നിം, നീ ഉറങ്ങ്. എങ്ങനെ നീ ഉറങ്ങണം? ആദ്യ രാത്രിയിൽ ഒരു വരൻ ഒരു പിയ്യാപ്പിള അയാള് ക്ഷീണിച്ച് അവശനായി അല്ലെ സുഖനിദ്രയിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ, സുഖനിദ്രയിലേക്ക് പോകുന്നത് പോലെ നീ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ആ മലക്കുകൾ അവിടെ നിന്ന് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം കാഫിറുകളും അവിശ്വാസികളും നന്മയിൽ പിന്തി നിൽക്കുന്ന പാപികളുമായ നരകത്തിന്റെ അവകാശിയാണ് മരണപ്പെടുന്നത് എങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂല. ആ മറുപടി പറയാത്തിടത്തോളം അവർക്ക് ആ മർദ്ദനം ഏറ്റുകൊണ്ടിരിക്കും. അതികഠിനമായ വിലാപം അവർ വിലപിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗലാ അല്ലാ തദാഫനു, നിങ്ങൾ മറമാടില്ല എന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ മറമാടുകയില്ല എന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ, ലദഅഉതുല്ലാഹ അസ്സ വജല്ല അയുസ്മിഅകും, ആ ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന അട്ടഹാസം, ഞാൻ കേട്ട ആ അട്ടഹാസമുണ്ടല്ലോ, അത് കേൾക്കാൻ, അത് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങാനും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ മറമാടില്ല. ആ പേടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അല്ലാഹുവോട് അത് പ്രാർത്ഥിക്കാത്തത് എന്ന്. സഹോദരന്മാരെ, എന്തായിരിക്കും, എന്തു ഭീകരമായിരിക്കും ആ അവസ്ഥ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ, അദ്ദേഹത്തെ ഇത്രയധികം കരയിപ്പിക്കാനുള്ള കാരണം. ആ ഖബറിലെ പരീക്ഷണത്തിൽ ആരെങ്കിലും വിജയിച്ചാൽ അതിനുശേഷമുള്ളതൊക്കെ അവനക്ക് പിന്നെ എളുപ്പമാണ്. അവനൊരു തടസ്സമല്ല, പ്രയാസം ഉണ്ടാവില്ല, ബാക്കിയൊക്കെ അവനക്ക് എളുപ്പമാണ്. മാത്രമല്ല, ഖബറിൽ അവൻ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയൊക്കെയും അവൻ കേട്ടുകൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ ഖബറിൽ ശിക്ഷ മാത്രമല്ല, ഖബറിൽ വിജയികളായിട്ടുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഖബറിന് ശേഷമുള്ളത് അത് എളുപ്പവും അനുഗ്രഹീതവുമാണ് എന്നത് ഖബറിൽ വെച്ചുകൊണ്ട് തന്നെ ആരറിയും? ഈ നമ്മളറിയൂല, പക്ഷേ ഈ മരണപ്പെട്ടുപോയ ജനാസ, ഈ മയ്യത്ത് അയാൾ അറിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത് കൊണ്ടാണ് ഖബറിലെ ചില ആളുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബി അജ്ജിൽ ഖിയാമസ്സഅ, പടച്ചോനെ ഖിയാമത്ത് നാളിനെ പെട്ടെന്ന് കൊണ്ടുവരണം റബ്ബേ. ആരാ പ്രാർത്ഥിക്കുന്നത്? മരണപ്പെട്ടു പോയ വിശ്വാസികളായ, നന്മയിൽ മുന്നിട്ട, അനുഗ്രഹം സിദ്ധിച്ച ആളുകൾ അവൻ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഖിയാമത്ത് നാൾ പെട്ടെന്നാക്കണം റബ്ബേ, ഖിയാമത്ത് നാൾ പെട്ടെന്നാക്കണം റബ്ബേ. കൈമാ അർജിഅ ഇലാ അഹ്ലി വമാലി, എനിക്ക് വേണ്ടി എൻ്റെ റബ്ബ് തയ്യാറാക്കി വെച്ച അനുഗ്രഹത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, ഞാൻ സമ്പാദിച്ച എൻ്റെ സമ്പാദ്യത്തിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി പടച്ചോനെ ഖിയാമത്ത് നാളിനെ നീ എളുപ്പത്തിലാക്കണം റബ്ബേ, വേഗത്തിലാക്കണം റബ്ബേ. കാത്തിരിക്കാൻ അല്ലേ ക്ഷമല്ല, അത് പെട്ടെന്നാക്കണം റബ്ബേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നാണ്. അതായത് തനിക്ക് ആസ്വദിക്കുവാനുള്ള സ്വർഗീയമായ സുഖങ്ങൾ കാണിക്കപ്പെട്ട ഒരു മനുഷ്യൻ അവൻ ഖബറിൽ കിടന്ന് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയോ? നമ്മൾ കേൾക്കുവോ? ഇല്ല. എങ്ങനെ? അത് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് അല്ലേ സലഫുകളായ ആളുകളുടെ, നമ്മുടെ പൂർവ്വസൂരികളായ ആളുകളുടെയും നമ്മുടെയും വിശ്വാസം. അള്ളാഹു എല്ലാറ്റിനും പരിധികളില്ലാത്തവനാണ്. നമുക്കാണ് പരിധി അല്ലേ? ആലോചനക്ക് പരിധി, ബുദ്ധിക്ക് പരിധി, കാഴ്ചക്ക് പരിധി, കേൾവിക്ക് പരിധി, ഒക്കെ നമുക്കാണ് പരിധിയുള്ളത്. പരിധിയും പരിമിതിയും ഇല്ലാത്തവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന് എല്ലാറ്റിനും കഴിയും, അവന് തടസ്സമായിട്ട് ഒന്നുമില്ല എന്നാണ് പരിശുദ്ധ ദീന് നമുക്ക് പഠിപ്പിച്ചത്. എന്നാൽ അതേ സമയം ഖബറിന്റെ അകത്ത് കിടന്ന് മറ്റൊരാളുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, റബ്ബിലാ തുഖീമിസ്സആ, പടച്ചോനെ ഖിയാമത്ത് നാൾ വരില്ല റബ്ബേ. എന്താ? ഖബറിൽ എത്രമാത്രം വലിയ പീഡനാണ് സഹിക്കുന്നത്. ആ പീഡനം സഹിച്ച് അല്ലേ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഖബറാളികളായ ആളുകൾക്ക് സ്വർഗവും നരകവും കാണിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചെന്നാണ്. സ്വർഗവും നരകവും കാണിച്ചു കൊടുക്കുന്ന. അപ്പോൾ ഈ ഖബറിൽ ഭീകരമായ ഈ
കഠോരമായിട്ടുള്ള പീഡനത്തിലും പ്രയാസത്തിലും പരീക്ഷണത്തിലും അകപ്പെട്ടിട്ടുള്ള അവിശ്വാസിയായ പാപിയായ ഖബറിൽ വെച്ച് നരകത്തിൽ തനിക്കുള്ള ശിക്ഷയും ക്ലേശപൂർണമായിട്ടുള്ള ഭാവിയും കണ്ടെത്തിയ അത് കണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ വേദനയേറിയ ശിക്ഷയായിരുന്നിട്ട് പോലും ആ മനുഷ്യൻ അള്ളാഹുവോട് പടച്ചോനെ ഖിയാമത്ത് നാൾ കൊണ്ടുവരില്ല റബ്ബേ, ഖിയാമത്ത് നാൾ കൊണ്ടുവരില്ലേ, കാരണം ഇതിനേക്കാളും വലുതാണ് ഇനി എവിടെ വരാൻ കിടക്കുന്നത്, നരകത്തിൽ അയാൾക്ക് വരാനിരിക്കുന്നത്. കാരണം നരകത്തിൽ അയാൾക്കുള്ള സീറ്റ് എവിടെ കാണിച്ചു കൊടുക്കും? ഖബറിൽ കാണിച്ചു കൊടുക്കും. ഈ ചോദ്യങ്ങൾക്ക്, മേൽ പറയപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്ത മനുഷ്യനെ അയാൾക്ക് നരകത്തിൽ നിന്നുള്ള വാതിൽ അത് തുറന്നു കൊടുക്കും. അയാൾ നരകത്തിൽ എവിടെയായിരിക്കുമെന്ന സ്ഥാനം അയാൾക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അയാൾ പറയും, ഇതാണ് എനിക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്ഥലം. എന്നിട്ട് നരകത്തിൽ നിന്നുള്ള ഒരു വാതിൽ അള്ളാഹു കൽപ്പിക്കും, നരകത്തിൽ നിന്നുള്ള ഒരു കവാടം അവന്റെ ഖബറിലേക്ക് തുറന്നിട്ട് കൊടുക്കാൻ പറയും. അതിന്റെ ചൂടും അതിന്റെ ആ പുകയുമൊക്കെ ശ്വസിച്ച് ഖബറിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ്. മാത്രമല്ല നരകത്തിന്റെ വിരിപ്പ്, നരകത്തിലുള്ള ഒരു വിരിപ്പ്, തീയാനുള്ള ഒരു വിരിപ്പ്, അത് ഖബറിനകത്ത് അവന് വിരിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുമെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. തമാശല്ല. ഈ ബോധമുള്ളൊരു മനുഷ്യന്, ഈ ചിന്തയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു ജനാസ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജനാസ ചുമലിലേറ്റി കൊണ്ടുപോകുന്ന സമയത്ത്, ഖബറുകളിൽ ജനാസ ഇറക്കി വെക്കുന്ന സമയത്ത് ലോഹ്യം പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിക്കാൻ പറ്റുമോ? ഈ ബോധമല്ല, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. വരലന്നെ രണ്ടാമത്തെ കുത്തുബക്കായിരിക്കും. വെള്ളിയാഴ്ചയാണ് ആകെ ദീന് കേൾക്കാനുള്ള അവസരം നാട്ടിൽ. വരനെ രണ്ടാം കുത്തുബക്കായിരിക്കും. പോണ അറബിയുള്ള കുത്തുബക്കും, അറബിയിലെ കുത്തുബ അറിയുന്നിടത്തായിരിക്കും അല്ലേ. എന്നാ നേരത്തെ പോവില്ല. എപ്പോഴാ പോവുക? ഒന്നൊക്കെ സലാം വിട്ടുന്നതിന് മുമ്പ്, അല്ല നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ഒന്നാമത്തെ ഖുതുബ കഴിഞ്ഞതിന് ശേഷം. ദീന് പഠിക്കാനുള്ള എല്ലാ മേഖലകളും, ദീൻ അറിയാനുള്ള എല്ലാ മേഖലകളും പൊട്ടിയടക്കപ്പെട്ടു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഏറെ ചൂഷണങ്ങൾക്ക്, അല്ലേ, മതപുരോഹിതന്മാരിൽ നിന്ന് ഏറെ ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. തുപ്പിയ വെള്ളവും ഊതിയ വെള്ളവും ഒക്കെ കുടിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? ഇമ്മാതിരി ജഹാലത്തിന്റെ കെട്ടിൽ അകപ്പെട്ടു പോയത് കൊണ്ട് തന്നെയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ സഹായിച്ചു. അള്ളാഹു നമുക്ക് ബുദ്ധി തന്നു. ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് കടന്നു വരുവാനും ദീന് പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളി വൃത്തിയാക്കുന്ന ഒരു സ്ത്രീയുടെ സംഭവം നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരു ദിവസം നോക്കി പോലും കാണുന്നില്ല. അപ്പൊ കാണുമ്പോൾ നബി സ്വഹാബിമാരോട് ചോദിച്ചു, ഇല്ല ഇവിടെ മറ്റാ സ്ത്രീനെ കാണുന്നില്ലല്ലോ, അവരെവിടെ? അപ്പൊ സ്വഹാബിമാർ പറഞ്ഞു, അള്ളാന്റെ റസൂലെ അവർ മരിച്ചു, രാത്രിയിലാണ് അവർ മരിച്ചത്, അങ്ങ് ഉറങ്ങുകയായിരുന്നു, അങ്ങയുടെ ഉറക്കം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളവരെ ജനാസ മറമാടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടു. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിക്കാത്തതിൻ്റെ പേരിലുള്ള പരിഭവം പ്രവാചകൻ അവരുമായി പങ്കുവെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ആ സ്ത്രീയുടെ ഖബർ എനിക്ക് കാണിച്ചു തരിക. സ്വഹാബിമാർ ആ സ്ത്രീയുടെ ഖബർ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് പോയി അവർക്ക് വേണ്ടി നമസ്കരിച്ചു, ജനാസ നമസ്കരിച്ചു ഖബറിന്റെ അടുത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കാരത്തിന് ശേഷം, ആ മഹദിക്ക് വേണ്ടി നമസ്കരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറയാണ്, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ദുൽമതൻ അലാ അഹ്ലിഹാ. തീർച്ചയായും ഖബർ എന്ന് പറയുന്നത്, ഈ ഖബറുകൾ ഉണ്ടല്ലോ, ഈ ഖബറുകൾ അതിലുള്ള ആളുകളുടെ മേൽ അത് അതികഠിനമായ രൂപത്തിലുള്ള ഇരുട്ടിനാൽ നിറക്കപ്പെട്ടതാണ്. വ ഇന്നല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ ലഹും ബിസ്സലാത്തി അലൈഹിം. അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ നമസ്കാരം മൂലം ആ ഖബറിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട ആളുകൾക്ക് എന്ത് നൽകും? പ്രകാശം നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ സഹോദരന്മാരെ, ഖബർ എന്ന് പറയുന്നത് അന്ധകാര നിബിഡമാണ്, കുരാകൂരി ഇരുട്ട് നിറഞ്ഞതാണ്. മറ്റൊരു ഹദീസിൽ ഖബറിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഖബറിലേക്ക് മയ്യത്തുകൾ വെക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഖബറൊന്നിടുങ്ങുമെന്ന. ആ ഇടുക്കിൽ നിന്ന്
ഒരു മനുഷ്യനും തന്നെ, അത് കുഞ്ഞായാലും വലിയ ആളായാലും എത്ര നന്മയിൽ മുന്തി നിൽക്കുന്ന ആളായാലും ശരി, ഒരു മനുഷ്യനും ആ ഇടുക്കിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ ഖബ്രി ലഗ്തതൻ, ഖബറിനൊരു ഇടുക്കം ഇടുങ്ങാനുണ്ട്. വലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ, ആ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് സഅദ് ഇബ്നു മുആദ്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു യുവാവായ, അല്ലെ, ഒരു 30 വയസ്സ്, ആ 30 വയസ്സിനുള്ളിൽ മരണപ്പെട്ടു പോയ സ്വഹാബിയാണ്. യുവാവായിരുന്നു, അൻസ്വാരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സ്വഹാബിയായിരുന്നു. നബിക്ക് മാത്രമല്ല, അള്ളാഹും സഅദ് ഇബ്നു മുആദിനെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മുന്തിയൊരു പട്ടിന്റെ തുണിയുമായിട്ട് സ്വഹാബിമാർ കടന്നു വന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞത്, സഅദ് ഇബ്നു മുആദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന കർച്ചീഫിനോളം ഒക്കുകയില്ല. അത് ഇതിനേക്കാളൊക്കെ എത്രയോ മുന്തിയതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രല്ല, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഹദീസുകളിൽ കാണാം, സന്തോഷം കൊണ്ട് അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടു എന്നാണ്. മാത്രമല്ല, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ ജനാസ വഹിക്കുന്നവരിലും ജനാസക്ക് സാക്ഷിയായിക്കൊണ്ടും 70,000 മലക്കുകൾ അതിൽ സാക്ഷ്യം വഹിച്ചു എന്നതും പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയധികം പ്രാധാന്യമുള്ള, ശ്രേഷ്ഠതയുള്ള അദ്ദേഹം പോലും ഖബറിന്റെ ഇടുക്കിൽ നിന്ന് വാരിയലുകൾ കോർത്തുപോകുമാറ്, വേദനയാൽ പുളയുമാറുള്ള ഒരു ഇടുക്കൽ, അത് ഖബറുകൾ ഇടുക്കിക്കളയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സഹോദരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബറിലെ ശിക്ഷയെക്കുറിച്ച് അറിയുമായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഒരു ജൂതയായ സ്ത്രീ വന്നു. ആ ജൂതയായ സ്ത്രീ വന്നിട്ട് അവരിങ്ങനെ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോട് അവർ പറഞ്ഞു, ഹൽ ശഅർതി അന്നകും തുഫ്തനൂന ഫിൽ ഖുബൂർ, ഖബറുകളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും, നിങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകൾ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ എന്ന് ആരോട് ചോദിച്ചു? ആയിഷ റളിയല്ലാഹു അൻഹയോട് ജൂതയായ സ്ത്രീ ചോദിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇതറിയില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നബിയോട് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് ഖബറിലെ ശിക്ഷയെക്കുറിച്ച് അറിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്നമാ തുഫ്തനൂനൽ യഹൂദ്, ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുക യഹൂദന്മാരെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുറച്ച് ദിവസം പ്രവാചകൻ എൻ്റെ കൂടെ താമസിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹൽ ശഅർതി അന്നഹു ഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫിൽ ഖുബൂർ, ആയിഷ നീ അറിഞ്ഞോ, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിൽ എന്നെ അറിയിച്ചു, വഹിയിലൂടെ അറിയിച്ചു, ഖബറിനകത്ത് വെച്ചു ശിക്ഷയുണ്ട്, ഖബറിനകത്തുള്ള പരീക്ഷണം, ആ പരീക്ഷണം യാഥാർത്ഥ്യമാണ്, നാം പരീക്ഷിക്കപ്പെടുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വഹിയിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് തിരുത്തി കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളാണ്, പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ആളാണ് ആ യഹൂദിയായ സ്ത്രീ. ആ സ്ത്രീ പഠിച്ചിരിക്കാം, അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന്, തൗറാത്തിൽ നിന്ന് അവർ പഠിച്ചിരിക്കാം ഖബറിൽ ശിക്ഷയുണ്ട് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് അറിയുമായിരുന്നില്ല എന്നതാണ്. പക്ഷേ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അത് അറിയിച്ചു കൊടുത്തു. ഫലമ്മാ ദക്കറ ദാലിക, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഖബറിലെ പരീക്ഷണത്തെ, കാഠിന്യത്തെ, ഗൗരവത്തെ കണക്കിലെടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ഖബറിന്റെ ആ ഒരു ഇടുക്കലിൽ നിന്നും ആ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ തേടുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അസ്മാ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രസംഗിക്കാനായിട്ട് എണീറ്റ് നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഖബറിലേക്ക് വെക്കുന്നതും ഖബറിലേക്ക് കൊണ്ടുപോകുന്നതും ഖബറിലെ പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തു. ഫലമ്മാ ദക്കറ ദാലിക ലജ്ജൽ മുസ്ലിമൂന ലജ്ജതൻ, ആ പ്രവാചകന്റെ വിശദീകരണം കേട്ട് സ്വഹാബിമാരൊക്കെ വല്ലാണ്ട് ഒച്ചുണ്ടാക്കി, അവർ ആർത്ത് കരയാൻ തുടങ്ങി.
സ്വഹാബിമാർ. സുബ്ഹാനല്ലാഹ്, സ്വഹാബിമാർ ആർത്തു കരയാൻ തുടങ്ങി. ഇമാം നസായി റഹിമഹുള്ളയുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം, അസ്മാ റളിയല്ലാഹു അൻഹ അവർ പറയാണ്, സ്വഹാബിമാരൊക്കെ ഒച്ചയിൽ കരയാൻ തുടങ്ങിയപ്പോൾ നബി എന്താ പറയണമെന്ന് എനിക്ക് കേൾക്കണില്ല, നബി എന്താ പറയണമെന്ന് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരുടെ കരച്ചിലടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ബാറക്കല്ലാഹു ലക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം താങ്കൾക്കുണ്ടാകട്ടെ, മാദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി ഖൗലി, അള്ളാഹു റസൂൽ അവസാനം പറഞ്ഞ് ഞാൻ കേട്ടില്ല, എന്താ നബി പറഞ്ഞു, നിങ്ങൾ കേട്ടിരുന്നോ എന്ന് അവരെ എന്ത് ചെയ്യാണ്, സ്വഹാബിയോട് ചോദിക്കുകയാണ്. അപ്പൊ സ്വഹാബി പറഞ്ഞു കൊടുക്കുകയാണ്, ഖദ് ഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫിൽ ഖുബൂരി ഖരീബൻ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയോട് അടുത്തു നിൽക്കുന്ന രൂപത്തിൽ ഖബറിൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു എനിക്ക് വഹയിലൂടെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷിക്കപ്പെടുമെന്ന് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സഹോദരന്മാരെ നേരത്തെ പറഞ്ഞത് അല്ലേ, ഇന്ന ആദിഹിൽ ഉമ്മ, എൻ്റെ ഈ ഉമ്മത്തുണ്ടല്ലോ, തുബ്തലാ ഫീ ഖുബൂരിഹാ, അവരവിടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഫലൗല അല്ലാ തദാഫനൂൻ, ആ ആളുകൾ മറ്റൊരാളെ, അവരുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ അവർ മറമാടപ്പെടുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ ലദഅഉതുല്ലാഹ അയുസ്മിഅകും, ആ ഖബറിനകത്തു കിടക്കുന്ന പരീക്ഷണങ്ങളും ശബ്ദങ്ങളുമൊക്കെ കേൾക്കാൻ, നിങ്ങൾക്ക് വേണ്ടി കേൾക്കാൻ, നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അല്ലേ. ആ ശിക്ഷയിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദങ്ങളും മറ്റൊക്കെ കേൾപ്പിക്കാൻ ഞാനത് എങ്ങനെയുള്ളത്, അല്ലദീ അസ്മഉ മിൻഹു, ആ ഖബറിൽ നിന്ന് ഞാൻ കേട്ടതായ രൂപത്തിലുള്ള ആ ശബ്ദങ്ങൾ, ആ ശിക്ഷയുടെയും കരച്ചിലിൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കാമായിരുന്നു എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സുസ്ഥിരമായ വാക്യത്തെ അത് മുറുകെ പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖബറിലെ പരീക്ഷണ വേളയിൽ തുണയാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഐഹികമായ ജീവിതത്തിലും പരലോകത്തും സുസ്ഥിരമായ വാക്കുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഖബർ ശിക്ഷയിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും മനുഷ്യന് രക്ഷയാകുന്നത് കാപട്യമുക്തവും കളങ്കരഹിതവുമായിട്ടുള്ള ശരിയായ വിശ്വാസവും സൽപ്രവർത്തനങ്ങളുമാണ് എന്നാണ്. ഒരു മനുഷ്യനിങ്ങനെ ഖബറിലേക്ക് വലിയ ഒരു സുദീർഘമായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, വായിക്കപ്പെട്ടതായിട്ട് ഓർക്കുകയാണ്. മഹാനായ മുഹമ്മദ് ബിൻ അംറും അബൂ സലമ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു മനുഷ്യന്, ഒരു സ്വാലിഹായ ഒരു മനുഷ്യന്, ആ മനുഷ്യന് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ തലഭാഗത്തും കാലിൻ്റെ 2 ഭാഗത്തും കയ്യിൻ്റെ ഭാഗത്തൊക്കെ അയാളുടെ സൽക്കർമ്മങ്ങൾ വന്നു നിൽക്കുന്ന നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സ്വതക്ക, സക്കാത്ത്, ഇതാ മനുഷ്യന് ചുറ്റോടിച്ചു നിൽക്കുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യനിലേക്ക് വരുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യും, നിസ്കാരം പറയും, വലതു ഭാഗത്ത് കൂടി വരുമ്പോൾ നിസ്കാരം പറയും, ഇതിലൂടെ അയാൾക്ക് പ്രവേശിക്കാൻ ഞാൻ സംഭവിക്കൂല. സക്കാത്ത് ആ മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സ്വതക്ക ആ മനുഷ്യനെ ഖബറിനകത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന, അയാൾ ചെയ്ത ഓരോ സൽക്കർമ്മങ്ങളും ആ മനുഷ്യന്റെ ചുറ്റിലും നിന്നുകൊണ്ട് അവിടൊക്കെ കൊടുക്കണുണ്ടല്ലോ അല്ലേ. നമ്മൾ സക്കാത്തിന് പുറമെ സ്വതക്കൊക്കെ കൊടുക്കും, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അത് റബ്ബ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഖബറിനകത്ത് നമുക്കുള്ള പ്രൊട്ടക്ഷനാണ്. നമ്മൾ നിസ്കരിച്ച ജുമാ, നമ്മൾ നമസ്കരിക്കുന്ന അസർ, നമ്മൾ നമസ്കരിക്കുന്ന ദുഹർ, നിർബന്ധമായ നമസ്കാരങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നിന്നിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ ഖബറിനകത്ത്. എന്നിട്ട് ആ മനുഷ്യനോട് എന്ത് ചെയ്യുന്നതാണ്, ആ മനുഷ്യനോട് മലക്ക് പറയുന്നതാണ് എഴുന്നേറ്റിരിക്കാൻ വേണ്ടി പറയും, അയാളോട് എഴുന്നേറ്റിരിക്കാൻ പറയും. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകനെ കാണിച്ചു കൊടുത്തിട്ട്, ഇയാൾ അറിയോ, നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്ത് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ള മറുപടി പറയുകയും സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അയാൾക്ക് നൽകപ്പെടുകയും ചെയ്യുമെന്ന് അതിൻ്റെ ഒരു ഖുലാസയായിട്ട് ഞാനിവിടെ പറയാണ്, നമ്മുടെ മുന്നിൽ സമയമില്ലാത്തത് കൊണ്ട്. അപ്പം ഇങ്ങനെ വിശ്വാസികളായ ആളുകൾ ഒരു ഭാഗത്ത്, കപടന്മാരായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ അവർ മറുഭാഗത്ത്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. സ്വഹാബിമാരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖബറിൽ നിന്ന് രക്ഷ തേടുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ധാരാളം പ്രാർത്ഥനകൾ, നമസ്കാരങ്ങളിൽ നടത്തേണ്ട പ്രാർത്ഥനകൾ അല്ലേ, അതുപോലെ തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും നടത്തേണ്ട പ്രാർത്ഥന, ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനകൾ പഠിപ്പിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനകളാണ്. 1-2 പ്രാർത്ഥനകൾ
നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തി മസീഹി ദജ്ജാൽ. നമുക്കറിയാലോ ഇതെവിടെ നമ്മൾ നടത്തുക പ്രാർത്ഥന അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഇതിൽ എന്തൊക്കെ ചോദിക്കണത്? അദാബിൽ ഖബർ, ഖബറിലെ പരീക്ഷണങ്ങളിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷതേടാണ്. നരകത്തിന്റെ ഫിത്നയിൽ നിന്ന്, അതുപോലെ തന്നെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്നയിൽ നിന്ന്, അതുപോലെ തന്നെ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. ഇനിയോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ആവർത്തിച്ച് 3 തവണ നടത്തേണ്ട പ്രാർത്ഥന അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ല അൻത എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രഭാതമായാൽ, അതേപോലെ തന്നെ പ്രദോഷമായിട്ടുണ്ട് എങ്കിൽ പ്രഭാതമായാൽ അസ്ബഹനാ വ അസ്ബഹുൽ മുൽക്കു ലില്ലാ എന്ന് തുടങ്ങും അല്ലേ? ഇനി പ്രദോഷമായിട്ടുണ്ട് എങ്കിലോ അംസൈന അംസൽ മുൽക്കു ലില്ലാ എന്ന് പറയുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖബറിൽ നിന്ന് രക്ഷ തേടുന്ന ഭാഗങ്ങൾ പഠിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖബറിൽ ഖബറിൽ ആളുകൾ, എൻ്റെ ഉമ്മത്ത് ഖബറിൽ വെച്ച് പരീക്ഷിക്കപ്പെടുമെന്ന് പ്രവാചകൻ അറിഞ്ഞത് മുതൽ വമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദു സ്വല്ലാ സ്വലാത്തൻ ഇല്ലാ തഅവ്വദ മിൻ അദാബിൽ ഖബർ. അദ്ദേഹത്തിന്റെ ഒറ്റ നമസ്കാരം പോലും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടാതെ അദ്ദേഹം നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. ആര്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവോട് ഖബറിൽ നിന്ന് രക്ഷ തേടണം, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടണം നിങ്ങൾ അള്ളാഹുവോട് എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബിമാരെല്ലാവരും പറഞ്ഞു, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, അള്ളാഹുവോട് ഞങ്ങൾ അവന്റെ ഖബർ ശിക്ഷയിൽ നിന്ന് എന്ത് തേടുന്നു? രക്ഷ തേടുന്നു. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഖബറിലെ പരീക്ഷണം എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിൽ രക്ഷപ്പെടാനും ഖബറിൽ സ്വർഗീയമായ സുഖങ്ങൾ ലഭ്യമാകുവാനും നമ്മൾ നിരന്തരമായി അള്ളാഹുവോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കണം. ഖബർ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിനും നമ്മൾ അറിഞ്ഞതിനേക്കാളുമൊക്കെ അപ്പുറമാണ് എന്ന കാര്യം, ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ ഖബറിൻ്റെ അടുത്ത് കൂടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികുമുൽ ലാഹിഖൂൻ അസ്അലുല്ലാഹു ലനാ വ ലക്കുമുൽ ആഫിയ എന്ന് പ്രാർത്ഥിക്കും. സലാം പറയും. നമ്മുടെ വാപ്പാൻ്റെ ഖബറ്, നമ്മുടെ ഉമ്മാൻ്റെ ഖബറ്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറ്, നമ്മുടെ നാട്ടുകാരുടെ ഖബറ്, അത് സന്ദർശിക്കണം. പുരുഷന്മാർക്ക് അത് സന്ദർശിക്കൽ സുന്നത്തുള്ള കാര്യമാണ്. സന്ദർശിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് സന്ദർശിക്കേണ്ടത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതോടൊപ്പം പരലോക ചിന്ത നമുക്കുണ്ടാകാൻ, അല്ലാതെ ഖബറാളിയായ ആളോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല. ഖബറാളിയായ ആളോട് സന്താനത്തെ തരാൻ, സ്വർഗം തരാൻ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ അല്ലേ, ചില ആളുകൾ മക്ബറകളിലേക്ക് പോകും, തേങ്ങ ഒഴിഞ്ഞാകും അല്ലേ, അതേമാതിരി ചന്ദനക്കൊള്ളി കൊടുക്കും, തേങ്ങ അവിടെ കൊടുക്കും, അത് ബാക്ക് കൂടി അടുത്ത കടയിൽ പോവും, റൊട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചന്ദനക്കൊള്ളി, ഈ ചന്ദനക്കൊള്ളിയൊക്കെ പോടെ അവിടെ കത്തിക്കില്ല. നല്ല ആളുകൾ വരുന്നതാണെങ്കിൽ പഴം കൊടുക്കുന്ന ജാറുകളുണ്ട് പുതിയങ്ങാടിയിൽ. കമ്മ്യൂണിസ്റ്റ് നടത്തുന്ന ഇതാണ്, ഏക ഉറൂസാണത് എന്ന് ആളുകൾ തമാശക്ക് പറയാറ്. കമ്മ്യൂണിസ്റ്റ് നടത്തുന്ന ഏക ഉറൂസ് എന്ന് പുതിയങ്ങാടി നടത്തിയപ്പോൾ, കാരണം അവിടെ NDF കമ്മ്യൂണിസ്റ്റും തമ്മിൽ എന്തോ കച്ചറ ഉണ്ടായതിനു ശേഷം NDF നടത്താൻ പറ്റില്ല എന്നും കമ്മ്യൂണിസ്റ്റ് അങ്ങോട്ട് നടത്തുന്നു. അവസാനം മതത്തിൽ വിശ്വാസമില്ലാത്ത അവർ ഏറ്റെടുത്ത് നടത്തൽ തുടങ്ങി. അവരെ പാടേ, അത് അവരും പഠിച്ചൊന്നും തമ്മിലാക്കട്ടെ. അവിടെ എന്താ കൊടുക്കുക? അവിടെ പഴക്കൊലയാണ് കൊടുക്കുക. മനസ്സിലായില്ലേ? പഴക്കൊല കൊടുക്കും. അരിച്ചാക്കുകൾ കൊടുക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അരിച്ചാക്കുകൾ കൊടുക്കണം. ഇങ്ങനെ വ്യത്യസ്തമായ അല്ലേ, മുനമ്പത്ത് ബീവി, അതേപോലെ തന്നെ വെളിയങ്കോട് ഉമർ ഖാദി, പൊന്നാനി നമ്മളെ സലീംഖാനൊക്കെ വൈഫ് ഹൗസ് അവിടെയാണ്. പൊന്നാനി ജാറ, കിൽക്കട്ട ജാറ മുതൽച്ചിട്ട് എല്ലാ ജാറുണ്ട് അവിടെ. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അവിടെ പ്രതീക്ഷയോടുകൂടി ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്. അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കുക, അവിടെ കാണിക്ക വെക്കുകയാണ്, അവിടെ നേർച്ച അർപ്പിക്കുകയാണ്. അവിടുത്തെ അത്തരത്തിലുള്ള മരണപ്പെട്ടു പോയ മഹാന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ആടുകളെ നേർച്ചയാക്കുകയാണ്. നേർച്ച ആർക്ക് മാത്രമേ പാടുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസത്തിലേക്ക്, കുഫ്റൻ പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അല്ലേ, ഞങ്ങൾ അതിന് ഓരോട് ഞങ്ങളൊന്നും ചോദിക്കുന്നില്ലല്ലോ, ഓരോട് പടച്ചോനോട് മേടിച്ചു തരാനല്ലേ പറയണുള്ളൂ. ഇന്ന കലാ തുസ്മിഉൽ മൗത്ത്, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് സാധിക്കുകയില്ല എന്നാണ്.
നിനക്ക് പറ്റൂല, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് പറ്റൂല എന്ന് ഖുർആനിന്റെ നെസ്സാണ്. ആർക്ക് നമുക്ക് പറ്റൂല, മനസ്സിലായില്ലേ? അപ്പം അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് കണ്ടത് വലിയ നീളമുള്ളൊരു ജാറത്തിൻ്റെ അടുത്ത്, അല്ലെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അയാളോട് പ്രാർത്ഥിക്കുക തന്നെയാണ്, അയാളോട് പറയുക ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ കാക്കണം എന്നുള്ള രൂപത്തിലൊരു പച്ച ഷാളും തലയിൽ തോളത്ത് കൂടി ഇട്ടിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ശിർക്കൻ വിശ്വാസത്തെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഇത് യഥാർത്ഥ വിശ്വാസമാണ് എന്നും നമ്മളൊക്കെ പാപികളാണ്, നമുക്കൊന്നും അള്ളാഹിനോട് ഡയറക്റ്റായിട്ട് ചോദിക്കാനുള്ള അവകാശമില്ല എന്നു പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളുടെ പോക്കറ്റുകൾ കാലിയാക്കുന്ന, ജനങ്ങളുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന, ജനങ്ങളെ സ്വർഗത്തിൽ നിന്ന് അകറ്റുകയും നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന പുരോഹിതന്മാരുടെ ഷർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനോട് സദാസമയവും ഖബറിലെ ശിക്ഷയിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് സുരക്ഷയ്ക്കായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരീക്ഷണമാകുന്ന ഈ ഖബറിലെ ജീവിതത്തിൽ വിജയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ പരീക്ഷണങ്ങളിൽ നിന്ന്, അവിടെ ഖബറിലെ കെടുതികളിൽ നിന്ന്, ഖബറിലെ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നോബൽ ഖുർആൻ എക്സാം ഇന്ന് രാത്രി 10 മണി വരെ സൂറത്തുൽ ഫുർഖാനിലെ 45 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ എക്സാം നടക്കുന്നുണ്ട്. അതിൻ്റെ സിലബസും